പോലീസ് നായ അവിടെ എത്തുകയും പയ്യോളി SI റഫീഖിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഡോസ്കോഡിൻ്റെ നേതൃത്വത്തിൽ അവിടെ പരിശോധന നടത്തുകയും അവിടുന്ന് രക്തസാമ്പിളുകൾ ലാബിലേക്ക് അയച്ചിട്ടുമുണ്ട് അവിടുന്ന്. അപ്പോൾ ഏകദേശം ഒരു 5 ദിവസത്തോളം കഴിയുമെന്നാണ് അതിൻ്റെ റിസൾട്ട് കിട്ടാൻ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ആ റിസൾട്ട് കിട്ടിയാൽ മാത്രമേ ഇത് മൃഗത്തിൻ്റേതാണോ അതോ വേറെ ഏതെങ്കിലും രീതിയിലുള്ള രക്തക്കറകളാണെന്നോ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടോ അറിയാൻ കഴിഞ്ഞത്. എന്നിരുന്നാലും അവിടുത്തെ പ്രദേശത്തുള്ള ജനങ്ങൾ ഒരു ആശങ്കയിലാണുള്ളത്. അവിടുത്തെ ആ രക്തക്കറ ഇതിനാണുള്ളത്. അപ്പോൾ എത്രയും വേഗം ആ ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കാൻ ആവശ്യമായ നടപടികൾ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. പയ്യോളി തച്ചങ്കുന്നിലെ വീടിൻ്റെ വരാന്തയിലും മുറ്റത്തും റോഡിലുമെല്ലാം രക്തം കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശവാസികൾക്കിടയിൽ ആശങ്കയ്ക്ക് ഇടയാക്കിയിരിക്കുകയാണ്. സംഭവം അറിഞ്ഞതോടെ പയ്യോളി പോലീസും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. റോഡിൽ ഒരുപാട് ദൂരത്ത് രക്തം ഉറ്റിവീണ അടയാളങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മൃഗത്തിൻ്റേതാണോ മനുഷ്യൻ്റേതാണോ എന്ന് ഉറപ്പിച്ചിട്ടില്ല. എന്നാൽ പോലീസിൻ്റെ പ്രാഥമിക പരിശോധനയിൽ മൃഗത്തിൻ്റേതാകാനാണ് സാധ്യതയെന്നാണ് നിഗമനം. രക്തസാമ്പിൾ ശേഖരിച്ച് ലാബ് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഇതിൻ്റെ റിപ്പോർട്ട് വന്നാലേ രക്തം ഉറ്റിവീണത് മനുഷ്യൻ്റേതോ മൃഗത്തിൻ്റേതോ എന്ന് വ്യക്തമാകുകയുള്ളൂ. 4 ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ വാർഡിൽ നടന്ന സംഭവം ബന്ധപ്പെട്ട് രാവിലെ 7 മണിക്ക് വീട്ടുകാർ വിളിച്ചതിനെ തുടർന്ന് ഞാൻ വീട്ടിലെത്തുകയും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അത് കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയും ചെയ്തു. അപ്പോൾ ഉടനെ തന്നെ പയ്യോളി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് CA കോൺടാക്റ്റ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ശേഷം 9 മണിക്ക് നമ്മുടെ SI അവിടെ എത്തിപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് അറിവായിട്ടില്ല. എന്നിരുന്നാലും അത് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ 4 ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നാണ് നമ്മൾ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കാനായത്. ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ പരിശോധന നടത്തിയപ്പോൾ എൻ്റെ തൊട്ടടുത്ത വാർഡായ 17-ാം ഡിവിഷനിൽ ഏകദേശം 1 കിലോമീറ്ററോളം ഈ രക്തക്കറ വിറ്റിയതായി കാണപ്പെടുകയും അതുപോലെ തന്നെ തൊട്ടടുത്ത 15-ാം ഡിവിഷനിലും ഇതേപോലെ തന്നെ 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഈ രക്തക്കറ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നിജസ്ഥിതി അറിയാനുള്ള ആകാംക്ഷയാണ് നാട്ടുകാർക്കുള്ളത്. അപ്പോൾ അതിൻ്റെ വ്യക്തത വരുത്തേണ്ട അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് പ്രതീക്ഷിച്ചാണ് നാട്ടുകാർപ്പം ഒരാശങ്കയോടെയാണ് അവിടെ നിൽക്കുന്നത്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.